രണ്ടുപേരും കൂടി ഒന്നിച്ച് കുളിക്കാൻ കയറിയത് സത്യമാണോ? അത് പിന്നെ പുതുമോടിയിൽ അങ്ങനെയല്ലേ? കണ്ണാടിക്ക് മുത്തം കൊടുത്തത് ശരിയാണോ? കണ്ണാടിക്കല്ല, സ്നേഹിക്ക. സ്വന്തം അച്ഛനെ വീട് മുഴുവൻ വലിച്ചു വട്ടല്ലേ, പിന്നെ എന്താടാ വട്ടാന്ന് ഞാൻ പറഞ്ഞല്ലോ, നിന്റെ അച്ഛൻ പറഞ്ഞതാ. ആ, ഇതൊരു തരം വട്ട, ചികിത്സയില്ലാത്ത വട്ട്. സംഭവിച്ചതെല്ലാം ഒരു തമാശയായി കരുതി മറന്നൂടെ? തമാശയല്ല, മറക്കാനും പറ്റില്ല. സ്നേഹ ഗർഭിണിയാണ്. ഏട്ടാ, അകത്തുള്ള ഫിലിം സ്റ്റാർ ആണോ പെണ്ണോ? അത് പറഞ്ഞില്ല, പറയാൻ പാടില്ല. ഇത് റിലീസ് ആയിട്ടുള്ള അടുത്ത ഷൂട്ടിംഗ്. അയ്യോ, എന്തൊരു പറ്റി മുഖത്ത്? ഷൂട്ടിങ്ങിനിടയിൽ പറ്റിയതാ. അയ്യോ, ഇത് ആരാണ്? സിനിമയിൽ കാണുമ്പോ ഇത്രയുമായിരുന്നു തോന്നില്ല കേട്ടോ. ഇത് കൊടവയറൊന്നുമല്ല, ഗർഭോണ്. ഫിലിം സ്റ്റാറിന് ഒരു കുഞ്ഞു ജനിക്കാൻ പോകുന്നു. ഞാൻ അതിന്റെ അച്ഛൻ. എടി കൊച്ചെ, നിനക്ക് വായി നോക്കിയ കിട്ടിയുള്ളൂ. അതിന്റെ ഒരു മോന്തയും സാരമില്ല. ഓർക്കുമ്പോ തന്നെ നല്ല രസമുണ്ടല്ലേ? ആൾ ഉപദ്രവം പലതും അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എന്റെ മോന് മൂത്ത ഭ്രാന്താണെന്നാണ് താൻ കരുതിയത്. എല്ലാത്തിനും ഞാൻ നീ തെറ്റിദ്ധരിച്ചതാ. നമ്മുടെ മോന് നല്ലത് വന്ന് കാണാൻ ആഗ്രഹിക്കുന്നവരാ എല്ലാരും. എന്ന് കരുതി വീട് കത്തുമ്പോ വാഴ വെട്ടരുത്. ആ, ചിലർ അപ്പോഴേ വെട്ടു. നീ വാ, നല്ല കുട്ടിയല്ലേ. എന്റെ അച്ഛൻ പോയേ, നല്ല അച്ഛൻ പോയേ. അച്ഛാ, എന്റെ പുന്നാരമ്മ പോയേ. എന്റെ അടുത്തൊന്ന് പറഞ്ഞിട്ട് പോരായിരുന്നു യാത്ര. അയ്യോ, ഈ ചെറുക്കൻ്റെ ഒരു കാര്യം. അമ്മ, എന്റെ കൊച്ചരിച്ചത്ത് ശാലി മോളെ, നിന്റെ കല്യാണം ഒന്ന് നടന്നു കാണാൻ ഈ ഏട്ടൻ എത്ര കൊതിച്ചതാ. അതിനു മുമ്പേ നീ അയ്യേ, ഈ ഏട്ടൻ ദേശാലിനി. എന്റെ അച്ഛനും അമ്മ അനിയത്തി ഇവിടെ ജീവനോടെ ഉണ്ട്. ഇവിടെ പിന്നെ ആരാ ചത്തത്? അവർക്കൊക്കെ ജീവനുണ്ട്. മരിച്ചവർ ഞങ്ങളാ. തുടങ്ങി. നിനക്ക് വേണ്ടപ്പെട്ട ഈ ഞങ്ങൾ മലയാളം ഞങ്ങളെ ഞങ്ങളാക്കി നിന്നിലെ നിന്നെ നിനക്കു കാണിച്ചു തരാൻ പരക്കം പാഞ്ഞു വന്നവരാ കുഞ്ഞെ ഈ മനുഷ്യ സ്നേഹികൾ. ആഹാ, നല്ല ഭാഷ. പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. എന്നാൽ മനസ്സിലാക്കണം, ഇനി ഇങ്ങനെ നടന്നാൽ മതിയോ? പോരാന്നറിയാം. എന്റെ സ്റ്റാറ്റസിന് ഒരു കാർ കൂടിയേ തീരും. എടാ, തലതിരിഞ്ഞ വർത്താനം പറയാതെ അവര് പറയുന്നത് കേക്ക്. യുവത്വത്തിലേക്ക് കടക്കുന്ന നിനക്ക് വേണ്ടത് ഈശ്വരാ. ഒപ്പം ഒരു ഇണയാണ്, ഒരു തുണയാണ്. ജീവിത പങ്കാളി കൂടി വന്നു കഴിയുമ്പോൾ നിന്റെ ബാലിശമായ വട്ടുകളികളെല്ലാം ഇല്ലാതായിക്കൊള്ളും. മനോഹരമായ ആനന്ദവല്ലീശ്വരത്ത് മലയാളം ക്ലാസ് അല്ല, കാര്യം ഞാൻ പറയാം. ആനന്ദവല്ലീശ്വരത്തിൽ രാമൻകുട്ടി നായർ മകൾ ലക്ഷ്മി കാണാൻ കൊള്ളാം, ആലോചിക്കട്ടെ. രണ്ടാം വിവാഹത്തിന് ഒന്നാം ഭാര്യ സമ്മതിക്കും. യെസ്, ഇതാണ് എന്റെ ഫസ്റ്റ് വൈഫ്. സെക്കൻഡ് വേണമെങ്കിൽ ഇവളുടെ പെർമിഷൻ വേണം. അതിപ്പോ ചോദിക്കാൻ പറ്റില്ല, കണ്ടീഷൻ ലേശം മോശം. പ്രസവം ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ വാദം മേടിക്കാം. സ്നേഹേ, നിന്റെ സുന്ദരനായ ഏട്ടൻ വന്നോണ്ടിരിക്കുന്നു. മൂത്ത വട്ടാതിന്റെ മോന് അറിഞ്ഞു വെച്ചോണ്ട് ഒരു പെണ്ണിന്റെ ജീവിതം തുളയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. അയ്യോ, എത്ര നേരം ഇത്? മാഡം, ഫിലിം സ്റ്റാർ പ്രസവിച്ചോ? അറിയില്ല അറിയില്ല അറിയില്ല. ഒരു 100 പ്രാവശ്യം. 100 കഴിഞ്ഞാൽ അക്കങ്ങളുണ്ടല്ലോ. 101, 102. പോയോ? മുൻപ് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ സ്നേഹ പ്രസവിച്ചു ഒരു സുന്ദരി പെൺകുഞ്ഞ്. ഇത്രയും നല്ല വാർത്ത പറഞ്ഞു ഞാൻ നല്ലൊരു സമ്മാനം. സ്നേഹ എന്ന് പേരുള്ള ഏതോ ഒരു പെൺകുട്ടി പ്രസവിച്ചു എന്ന് അവിടെ നിന്ന് ഭർത്താവിനോട് പറഞ്ഞതാ. അപ്പോഴേക്കും ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞതാ അങ്ങനെ ഒരാളില്ലെന്ന്. കേക്കല്ലേ? എന്റെ കവിള് കടിച്ചു കീറി. 25 പവന്റെ ആഭരണ കൊള്ളപ്പലിശക്ക് ബ്ലേഡിൽ നിന്ന് എടുത്ത് വാങ്ങി വെച്ചതായെല്ലാം സാമദ്രോഹി. ആരെയോ കാണിക്കാനെന്നും പറഞ്ഞ് എടുത്തോണ്ട് ഓടി. സ്വർണ്ണ ലിസ്റ്റിലുള്ളതെല്ലാം ഉണ്ട്. ഉണ്ട് ഉണ്ട്. കർത്താവേ കാത്തു. അല്ലോ, കുറെ പട്ടുസാരിയും ചുരിദാറൊക്കെ വാരി വലിച്ചെടുത്തൊരു ഓട്ട. പുറകെ വണ്ടിയെടുത്ത് പാഞ്ഞു. എവിടെ പൊടി പോലും കണ്ടില്ല. തുണികളെല്ലാം ഉണ്ട്. സാരി 5, ചുരിദാർ 10. പടച്ചോനെ, കൈ പോയില്ല. ഒരു കസ്റ്റമർ വരുമ്പോ അവർക്ക് ഏകദേശം ഒരു ഐഡിയ കാണും എന്തു വാങ്ങണമെന്ന്. എന്റെ ഗുരുവായൂരപ്പാ, ഇത് എല്ലാ ഐറ്റവും ഓരോന്ന് വേണമെന്ന് പറഞ്ഞു. അപ്പഴേ പിടിച്ച് കെട്ടേണ്ടതായിരുന്നു. സൂപ്പർ മാർക്കറ്റിലെ ഒരു സാധനവും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ എന്റെ മാനം നഷ്ടപ്പെട്ടു. അതോ അത് മാത്രം ഇവിടെ കണ്ടില്ല. എന്നെ ഇങ്ങനെ ഓടിക്കണം എന്ത് തെറ്റാണോ ഞാൻ ചെയ്തത്? ജീവന് വട്ടി ശരിക്കും മൂത്തന്നാ കേട്ടത്. പാക്കറബില്ലേടെ തലവിധി. ഞങ്ങളുടെ പൊന്നല്ലോ അവിടെ നിൽക്കണ. എന്നെ
വണ്ടി വീട്ടു നടയിൽ നിർത്തിയിട്ടിരിക്കുക. പിടി കിട്ടിയാൽ അടുത്ത നിമിഷം ഊളംപാറ. ജീവാ നല്ല പോലല്ലേ നീ ഓടല്ലേ നിനക്ക് സൂക്കേടാ. ആദ്യം അത് പറ, എനിക്ക് എന്ത് സുഖേടാ. സ്കിസോഫ്രേനിയ എന്നാണ് ഈ രോഗത്തിന്റെ പേര്. സ്കെനോഗ്ലൂസി എന്നും പറയും. റഷ്യയിൽ മാത്രം ഇതിന് പെരിസ്ട്രോയിക്ക എന്ന് പറയും. ജീവാ നിങ്ങളുടെ ഈ പിടിയുടെ ബലം കൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കരുതണ്ടോ? ഈ കിട്ടുണ്ണിയൊക്കെ വന്ന് കാല് പിടിച്ചിട്ടാ ഞാനായിട്ട് വന്ന് ഇതിന്റെ അകത്ത് കയറിയത്. അപ്പോഴാ ഈ ബലാത്സംഗം. ഈ പിടി വിട്ടാൽ ഞാൻ ഓടണം എന്നില്ല, പിടിച്ചിരിക്കുന്നുണ്ട് ഓടാതിരിക്കണമെന്നില്ല. അമ്മ കറിയാതെ എല്ലാം ശരിയാവും, ഈ ജീവൻ ശരിയാക്കും. ഹലോ, ഹലോ, മഹേന്ദ്രൻ സാറിന്റെ വീടാണോ? അതെ. നിങ്ങൾ ആരാണ്? മഹേന്ദ്രൻ സാറിന്റെ ചേച്ചിയാണോ? ചേച്ചിയല്ല, ഭാര്യ. ഒരാളെ തൂക്കിക്കൊല്ലാൻ പോകുമ്പോ ചോദിക്കില്ലേ അവസാനത്തെ ആഗ്രഹം എന്താന്ന്? അങ്ങനെ അവസാനത്തെ ആഗ്രഹമായിട്ട് ഒരുപ്പം വിളിക്കുകയാണ്. സാറിനൊന്ന് കിട്ടണം പ്ലീസ്. വിളിക്കാം. ഹലോ സാർ, സാറിന്റെ ശബ്ദത്തിന് ഓക്സിജന്റെ ശക്തിയാണ് സാർ. എനിക്ക് ഇപ്പോഴാണ് ജീവൻ വന്നത്, ഞാൻ ജീവനായത്. എന്നെ മനസ്സിലായില്ലേ? ഞാൻ ഐരാണിക്കലല്ലേ സ്നേഹയെ കല്യാണം കഴിച്ച ഭർത്താവ്. മനസ്സിലായി മനസ്സിലായി. തന്നെ അത്ര എളുപ്പം ആർക്കും മറക്കാൻ പറ്റില്ലടോ. പറ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷം അത്ര നല്ലതൊന്നുമല്ല. ഞാനിപ്പോ സാറിന്റെ നാട്ടിലാ. സാർ, എനിക്ക് ഷൂട്ടിങ്ങിൽ എന്തെങ്കിലും ഒരു ജോലി അല്ലെങ്കിൽ ഒരു വേഷം. ആ, നാളെ കാർത്തിക സ്റ്റുഡിയോയിൽ വാ. ഇത്രയും പതുക്കെ പറഞ്ഞിട്ട് ലൈറ്റ് കത്തിയത് കണ്ടില്ലേ നിന്നെ? മറിക്കേ സാർ, കസേര ചായ എടുക്കട്ടെ? വേണ്ട വേണ്ട. ഹലോ, എന്തുണ്ട്? അയ്യോ, അന്നേരത്തെ സീൻ കൊള്ളായിരുന്നിട്ടാ. അതെയോ? ഹെൽപ്പ് ചെയ്യണേ. പിന്നെന്താ? ഹലോ, നമസ്കാരം. നമസ്കാരം. ശരിയെന്നാ. ആ ഹലോ. ആ ഹലോ. ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അനീഷുമായിട്ടുള്ള സീന നമ്മൾ എടുക്കാൻ പോകുന്നു. ഓ, അപ്പൊ ഞാൻ റെഡി ആട്ടെ സർ. ഓക്കെ. ഓക്കെ. ഞാൻ കരുതി എന്റെ ഭർത്ത് കാണുന്നത്. ഹേയ്, അത് വേണ്ട, ക്ലീശയാ. ഇത്രയും വലിയ, ഇത്രയും സുന്ദരിയായ ഒരു താരം ഈ പാവപ്പെട്ടവനെ. ഛെ, ഇത് തറ സോപ്പ്. വേണ്ട വേണ്ട. ഈ സ്നേഹം തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ആ മനസ്സിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടെന്ന് മനസ്സിലായി. ഇതൊക്കെ അല്ലെങ്കിൽ വരണ പോലെ വരട്ടെ. ദൈവമേ, അടുത്ത് കാണുമ്പോ ബോധം കെട്ടി വീഴാതിരുന്നാ മതിയായിരുന്നു. അമ്മേ. എന്റെ മനസ്സിൽ എന്തായിരുന്നു നിന്റെ മനസ്സിൽ? എന്തായിരുന്നു നിന്റെ മനസ്സിൽ? അത് തുറന്നു പറയാൻ പാടില്ലായിരുന്നോ? തുറന്നു പറയാൻ പാടില്ലായിരുന്നോ? നിങ്ങൾ ആരാ? ആരുമില്ല. ആരാന്നാ ചോദിച്ചത്? ഇയാൾ ആരാ? എന്തിനാ ഇതിനകത്തോട്ട് വന്നത്? എന്താ മോളെ ചോദിച്ചത് കേട്ടില്ലേ? സ്നേഹ, ഇത് ജീവനാണ്. നമ്മൾ ഔട്ട്ഡോർ പോയപ്പോ കണ്ട. ഓ, ആരായാലും എന്താ ഒന്ന് വിളിച്ചോണ്ട് പോ. ജീവ, സാറ് വിളിക്കുന്നുണ്ട്. ജീവ. സാറ് വിളിക്കുന്നു പറഞ്ഞില്ലേ? എന്താ സാർ എന്താ സാർ വിളിച്ചത്? ഓക്കെ ഓക്കെ, റെഡി? റിഹേഴ്സൽ നോക്കാം. റെഡി സർ. മറിക്കും. ആക്ഷൻ. അലീന,
നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നില്ല. റോളി. ഞാൻ പറഞ്ഞിട്ടില്ലേ നിശാന്തിനോട്, ആർക്കും ആരെയും പൂർണ്ണമായി സ്വന്തമാക്കാൻ കഴിയില്ല. ഓരോ മനസ്സിലും നമ്മൾ അറിയാതെ തന്നെ മറ്റാരെങ്കിലും കുടിയേറും. ചാർജ് ചെയ്യാം. സ്നേഹത്തിന്റെ തീവ്രതയ്ക്കും നോക്ക്. സത്യസന്ധതയ്ക്കും ഒരു വിലയുണ്ടാവില്ല. പക്ഷെ എനിക്ക് മാത്രം അറിയാവുന്ന ഒന്നുണ്ട്. ഈ മനസ്സിൽ പൂർണ്ണമായി ഒരാൾ, അത് നീ മാത്രം. അലീന, ഹലോ, ഉറങ്ങിയത് മതി, എഴുതേക്ക് ജീവ. ഇന്ന് പുതിയ പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങല്ലേ? ഹീറോ അങ്ങനെ നടന്ന് ഉറങ്ങിയാലോ? എഴുന്നേക്ക് പോയി കുളിക്കാം. കുറച്ചേരം കൂടി ഉറങ്ങട്ടെ. ഇന്നലെ ഫുൾ നൈറ്റ് സോങ്ങിന്റെ ഷൂട്ടിംഗ് ആയിരുന്നു. അത് മഴയത്ത് നന്നായിട്ടൊന്ന് കുളിക്കുമ്പോ ഉറക്കൊക്കെ പോയി അടുത്ത ആഴ്ച കുളിക്കാം. അയ്യോ വേണ്ട, ഇന്ന് തന്നെ കുളിച്ചാൽ മതി. അല്ലെങ്കിൽ നാളെ കുളിക്കാം. വേണ്ട. അതെ, ഇന്നലെ രാത്രി ഫുൾ നൈറ്റ് മഴയത്തായിരുന്നു ഷൂട്ടിംഗ്. വാട്ട് ആർ യു ഡൂയിങ് സ്നേഹു? എന്തിനാ കണ്ണാ ദിവസം കുളിക്കുന്നത്? നാളെ കുളിക്കണം. നിക്ക്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്താ സ്നേഹമില്ലാത്ത ഞാൻ പറയുന്ന അടി. സ്നേഹ കൊച്ചു ബേബികളെ പോലെ ആവല്ലേ. എന്താ ഇത് കുളിക്കലും പല്ല് തേക്കലൊക്കെ അന്ധവിശ്വാസമല്ലേ? അയ്യോ, ജനദേവത കോപിക്ക് ഞാൻ പറയുന്ന കേക്ക്. ഇത് ശനിയാഴ്ച കുളിക്കാൻ പാടില്ല. പിന്നെ എന്നാ ഞാൻ കുളിച്ചിട്ട് വരാം. നീ പോ. വേണ്ട, ഒറ്റയ്ക്ക് കുളിച്ചാൽ ശരിയാവില്ല. അയ്യേ, നീ ഒരു ഫിലിം സ്റ്റാർ അല്ലേ? ഒന്നും വേണ്ട. നീയും സ്റ്റാറല്ലേ? സ്റ്റാർ തമ്മിലല്ലേ? വേണ്ട, അങ്ങോട്ട് കേറ്. ഒന്നും ശരിയാവില്ലെന്നേ. അയ്യോ, ഒറ്റടി വെച്ച് തുടങ്ങിയില്ല. ഓക്കെ ഓക്കെ. അയ്യോ, കണ്ടീഷൻ തലേ കൂടി വെള്ളം ഒഴിച്ചിട്ട് പോക്കോളാം, കേട്ടല്ലോ? ആ കേറ്. തള്ളല്ലടി, തണുത്തോളം വേണ്ട. മകനേ, മകനേ. ആഹാ, എന്താണ് നടി നിക്കടെ? പോവേണ്ടകത്ത്. അകത്ത് എന്താ കണ്ടീഷൻസ് അറിയില്ല. തുണി മഴയൊക്കെ ഉണ്ടെന്ന് ആർക്കറിയാം? ശരിയാ. മോനെ ജീവാ. നമ്മുടെ കുഞ്ഞ് ഏത് സാഹചര്യത്തിലും ജീവിച്ചോളും. വ്യക്തമായില്ലല്ലോ. ഏത് കക്കൂസിലും കിടന്ന് ഉറങ്ങിക്കോളൂന്ന. എനിക്ക് മരിക്കണം. എനിക്ക് മരിച്ചാ മതി. എന്നെ മനസ്സിലാക്കാത്ത ഈ ലോകത്ത് ഇനി എനിക്ക് ജീവിക്കണ്ട. അമ്മേ, ദൈവമേ, പുതിയ ഏടാകൂടമല്ലോ ഒപ്പിച്ചു വന്നോ? ഒരു സാധുവായ മകനാണ് ഞാൻ. എനിക്ക് എന്തിനാണെങ്കിലും ഒരു തന്ത സ്നേഹിക്കാൻ, ലാളിക്കാൻ, അല്ലാതെ മകന്റെ കുറ്റം മാത്രം കണ്ടുപിടിക്കാൻ എനിക്ക് ഇങ്ങനെ ഒരു തന്തയെ വേണ്ട വേണ്ട വേണ്ട. എങ്ങനെയുണ്ട്? സ്റ്റാർ ആകോ? ഇത് ഉഗ്രനായിട്ടുണ്ട്. താങ്ക്സ്. ഇനി ശൃംഗാരം. കാമുകൻ കാമുകിയെ വർണ്ണിക്കുന്ന രംഗം. എന്റെ മസിലിലെ അല്ല, എന്റെ മനസ്സിലെ, എന്റെ സങ്കല്പത്തിലെ, എന്റെ ആതിരേ. പ്രിയതമേ, നിന്നെ കണ്ടാൽ കണ്ണെഴുതാതെ തന്നെ എഴുതിയ പോലെ, പൊട്ടിടാതെ തന്നെ പൊട്ടിട്ട പോലെ, പൗഡർ ഇടാതെ തന്നെ പൗഡർ ഇട്ട പോലെ, വസ്ത്രം ധരിക്കാതെ തന്നെ ധരിച്ച പോലെ. അലവലാതി. എന്റെ ആതിര, ആതിര, ആതിരവരമായി. അസലായിട്ടുണ്ട്. റൊമാൻറ്റിക് ഹീറോ തന്നെ. കള്ളം. സത്യം. പ്രായമായ പെണ്ണിന് മുമ്പ് വെച്ചാണോ കോപ്രായം കണ്ടത്? ഞങ്ങൾ ഇവിടെ റിഹേഴ്സൽ ചെയ്യല്ലേ? നിനക്ക് എന്തിനാ എല്ലാരും കൂടി ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? ഇതിനുള്ള മരുന്ന് എന്തെടുത്തോളാ? പൊട്ടിക്ക്. എന്റെ തലയിൽ അടിച്ച് എന്നെ പൊട്ടിക്ക്. ഫോട്ടോയും തലയും രണ്ടും പൊട്ടട്ടെ. എന്തിനാച്ച എന്റെ കുടുംബ ജീവിതത്തിൽ ഇടപെടണം? ഞങ്ങളെ പാട്ടിന് വിട്ടേക്ക്. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. എന്റെ മോന്റെ ഭാവി പോയി. അമ്മേ, ഞാൻ പോണു. അമ്മേ, പോലീസ്. നിങ്ങൾ വേഗം
കക്കൂസി പോയി വിളിക്കേ. അച്ഛാ, പോലീസ് വന്നു. ഓ കിടന്ന് കൂവി വിളിക്കാതെ വേണ്ടേ. പോലീസ് വരുന്നത് മുഴുവൻ കള്ളന്മാരെ പിടിക്കാനല്ല. ദേ ഇവിടെ എടുത്ത് കണ്ടില്ലേ, നല്ലൊരു കല നിലത്തി തുടച്ചു. നിങ്ങളൊന്ന് പോയി നോക്കണ്ട മനുഷ്യ. എടേ, എന്റെ മനസ്സ് പറയുന്നു പ്രശസ്തനായ നമ്മുടെ മോന് പോലീസ് എസ്കോർട്ട് വന്നതായിരിക്കുമെന്ന്. മോനെ, ഞാൻ നിങ്ങളുടെ മോന് ഭരതമാണ് കൊണ്ടുവന്നതാ. എടീ, നമ്മുടെ മോന് ഭരതമാണ്. എവിടെ ജീവൻ? ആരെങ്കിലും ഒന്ന് പറഞ്ഞോ, എവിടെ അവൻ? എന്നെ വെറുതെ അഹങ്കാരിയാക്കരുത്. ഇവിടെ ഇല്ല, അവനിപ്പോ സിനിമയില സ്റ്റാറാവാൻ പോയിരിക്കുക. സ്റ്റാറാവാൻ പോയവൻ സ്റ്റാറിനെ അടിച്ചോണ്ട് പോയിരിക്കാണ്. അവന്റെ സ്റ്റാർ മോശമാണ്. ഹായ്, നല്ല പ്രാസം. സാറിന് മിമിക്രി അറിയോ? എനിക്കറിയാവുന്ന മിമിക്രി ഞാൻ ഇപ്പൊ കാണിച്ചു തരാം മോളെ. കേറി നോക്കണം. കാര്യം പറഞ്ഞിട്ട് വീട്ടിലോട്ട് കയറിയ പോരായിരുന്നോ? എന്നാ പറഞ്ഞേക്കാം, എഴുതിയെടുത്തോ. ഓ, സ്നേഹ എന്നൊരു സിനിമ നടിയെ നിങ്ങളുടെ പുത്രൻ തട്ടിക്കൊണ്ടുപോയി. ഹോ, നല്ലൊരു നടിയായിരുന്നു. സാരിയെ കൊടുത്ത് നിന്ന അടിപൊളി സംഭവമായിരുന്നു. അവൻ എന്റെ കയ്യിലോട്ട് കിട്ടിയ ഞരട് ഞാൻ പ്രശസ്തനാവൂന്ന് പറഞ്ഞു പോയത് ഇതിനാണോ? ഇതാണോ പ്രശസ്തി? ഇങ്ങനെ പ്രശസ്തനാവാം ശരം. നാളത്തെ പത്രത്തിൽ വരുമേ, ടിവിയിലും കാണിക്കും. ജീവൻ ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ ജീവൻ മാത്രമല്ലേ. അതാ സാർ ഞങ്ങളും അന്വേഷിക്കുന്നത്. ഈ കാലത്ത് ഒരിടത്തും കാണാത്ത ഒരു സാധനമായി സ്നേഹം. തർക്കുത്തരം പറയുന്നതാ. അല്ല, തത്വം പറഞ്ഞതാ. 10-25 വർഷം കൂടുമ്പോഴാ സൗന്ദര്യവും കഴിവുള്ള ഒരു നടിയെ ഒത്തു കിട്ടുന്നത്. ഞങ്ങളുടെ കുറക്കം കെടുത്തിട്ട് എവിടെ കൊണ്ട് ഒളിപ്പിച്ചതാ അവളെ? സാർ, തിരിച്ചു തല്ലാന്ന് ഉറപ്പുണ്ടെങ്കിൽ ആർക്കും ആരെ വേണമെങ്കിൽ തല്ലാം. അത് വലിയ ചങ്കൂറ്റൊന്നുമല്ല. കൊല്ലി ഞാൻ. പറയണ്ട മോനെ, അവർ രണ്ടുപേരും എവിടെയുണ്ട്? അവരെവിടെ ഉണ്ടെന്ന് അറിയാമെങ്കിലും പറയില്ലായിരുന്നു. പിന്നെ അറിയാതെ എങ്ങനെ പറയും? അറിയാതെ എങ്ങനെ പറയും? മോൻ ഇത്തിരി മാറിയെന്നെ. പേടിപ്പിക്കലടാ. ആ സിനിമാ നടിയെ കുറച്ച് കാലമായിട്ട് അവൻ മനസ്സിൽ വെച്ച് ആരാധിച്ചോണ്ട് നടക്കുമായിരുന്നു. അപ്പോഴാ ഈ സിനിമാക്കാരി വന്നതും അവനെ പിടിച്ച് അവളെ കെട്ടിച്ചതും. അവൻ ഇപ്പൊ പറയുന്നത് സ്നേഹ അവന്റെ ഭാര്യയാണെന്ന. കോംപ്ലിക്കേഷൻ ഓഫ് ദി ഇന്റേണൽ അൺടച്ചബിലിറ്റി. അത് സിനിമയ്ക്കകത്ത കല്യാണമല്ലേ, അഭിനയമല്ലേ? അല്ലേടാ? അല്ലേ? അല്ലേ മോനെ? അല്ലേടാ? അത് അവനോട് തന്നെ ചോദിക്കണം. ചോദിക്കാം. ചോദിച്ചു നോക്കാം. ഈ കേസ് ഞാൻ ഏറ്റെടുക്കട്ടെ എന്ന്. നന്നായി ഉറങ്ങിയത് കൊണ്ടായിരിക്കും കുട്ടിക്ക് ക്ഷീണം. പാവം. ഉണന്നാ ഇന്നാ. പട്ടി നീ ആയിരുന്നോ? അഴിച്ചുവിട എന്നെ. ദ്രോഹി, എന്നെ അഴിച്ചുവിടാൻ. ദൈവമേ, എനിക്കിന്ന് ഷൂട്ടിംഗ് ഉള്ളതാ. മറ്റന്നാ മുതൽ ഗൾഫ് പ്രോഗ്രാമിന്റെ റിഹേഴ്സലാ. ചന്ദേ, പട്ടി എന്നെ അഴിച്ചുവിടാൻ. മനുഷ്യ പിശാശേ, എന്നെങ്കിലും കിട്ടിയിട്ട് കൊല്ലാതെടാ. അഴിച്ചുവിടറാ, അഴിച്ചുവിടാൻ. അയ്യോ, ഞാൻ പ്രതീക്ഷിച്ചത് നല്ല പുളിച്ച തെറിയാ. ഈ സിനിമാക്കാരൊക്കെ നല്ല സ്റ്റാൻഡേർഡ് അല്ലേ? അതെ, ഒറ്റ കിടപ്പ് കിടന്നുകൊണ്ടാ ബോറടിച്ചത്. ഇനി കുറെ നേരം ഇങ്ങനെ നിക്കാം. പുറകിലൊരു കട്ടില് കെട്ടിവെച്ചെന്നും തോന്നും, അത്രേ ഉള്ളൂ. ലോകത്തൊരു കിഡ്നാപ്പറും ഇത്ര മനസാക്ഷി കാണിച്ചിട്ടുണ്ടാവില്ല. ആരെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ? എന്തിനാ മുഖത്ത് തുപ്പാനാ? അല്ല, ചില സിനിമയിലെ കണ്ടിട്ടുണ്ടേ. സമ്മതിച്ചു. തറ തന്നെ.